Hi all, welcome back. E301 Module 4 last lecture series that is FC-TCR and TCSC system. എന്താണ് FC-TCR എന്ന് പറഞ്ഞാൽ FC എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കപ്പാസിറ്റർ, TCR എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ. ഓക്കെ, ഇതാണ് തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ. ഓക്കെ, തൈറിസ്റ്റർ ഇതാണ് തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ. ഇതെന്താണ് FC capacitor. അപ്പോൾ ഇതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം. A basic var generator arrangement using a fixed, that is permanently connected capacitor with a thyristor controlled. This is thyristor controlled reactor. ഇതാണ് കാണിച്ചിരിക്കുന്നത്. The current in the reactor is varied by the method of firing delay angle control. അത് ഫുള്ളി ഞാൻ ഇപ്പോൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം കുറെ പോകും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫയറിംഗ് ഡിലേ ആംഗിൾ കൺട്രോൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിയാക്ടറിലോട്ടുള്ള കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വാരി ചെയ്യാൻ പറ്റും. അപ്പൊ ബേസിക് ആയിട്ട് ഈ കറണ്ട് വാരി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് വാരി ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ IQ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനനുസരിച്ച് കിട്ടും. ക്ലിയർ ആണോ? The fixed capacitor in the practice is usually substituted fully or partially by a filter network that has a necessary capacitive impedance at the fundamental frequency to generate the reactive power required. But it provides a low impedance at the selected frequencies to shunt the dominant harmonics produced by the harmonics. TCR. അതായത് ഇതിനനുസരിച്ചിട്ട് ഫിക്സഡ് കപ്പാസിറ്റർ നമ്മൾ എന്താണ് യൂഷ്വലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ഫുള്ളി ആയിട്ടും പറ്റും, പാർഷ്യൽ ആയിട്ടും പറ്റും. കാരണം എന്താ വെച്ചാൽ ഒരു ഫിൽറ്റർ നെറ്റ്വർക്ക് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ വേരിയേഷൻ വരുത്താൻ പറ്റും. കാരണം ഇവിടുത്തെ ഫയറിംഗ് ആംഗിളിനനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ ഇതിലോട്ട് കൂടുതലായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും, കാരണം കറണ്ട് പോണതിനനുസരിച്ചിട്ട്. The fixed capacitor thyristor control reactor type var generator may be considered essentially to consist of a variable reactor controlled by delay angle alpha and a fixed capacitor. അപ്പോൾ ഫിക്സഡ് കപ്പാസിറ്റർ തൈറിസ്റ്റർ കൺട്രോൾ റിയാക്ടർ ടൈപ്പ് വാർ ജനറേറ്റർ കൺസിഡേർഡ് ആസ് എസെൻഷ്യലി ടു കൺസിസ്റ്റ് ഓഫ് എ വേരിയബിൾ റിയാക്ടർ. ഇതൊരു വേരിയബിൾ റിയാക്ടർ ആയിട്ടാണ് പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് കൺട്രോളിംഗ് ബൈ എന്താണ്, ഡിലേ ആംഗിൾ ആൽഫ. ആൻഡ് അതുപോലെ ഒരു ഫിക്സഡ് കപ്പാസിറ്റർ ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ആൻഡ് ഓവറോൾ വാർ ഡിമാൻഡ് വേഴ്സസ് വാർ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇത് ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കാം, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് പറയണമെന്നില്ല. ഓക്കെ, ഒരു വാർ ഡിമാൻഡ് വേഴ്സസ് എന്താണ് var output characteristics ആണ് ഷോൺ ചെയ്തിരിക്കുന്നത്. The constant capacitive var generator QC, the constant capacitor var generator QC of the fixed capacitor is opposed by the variable var absorption QL. അപ്പോ ഇതാണ് കപ്പാസിറ്റീവിന്റെ വാർ ജനറേറ്ററിന്റെ QC. അതെന്ത് ചെയ്യും, ഇവിടുത്തെ ഇവിടെ QL എന്താണ് ഉണ്ട്, അത് വേരിയബിൾ ആണ്. ഇത് രണ്ടും തമ്മിൽ എന്താണ് ഒപ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടോട്ടൽ വാർ ഔട്ട്പുട്ട് ക്യൂ റിക്വയർഡ് നമുക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൽഫ വേണമെങ്കിൽ 0 ആക്കി വെക്കാം. അപ്പോൾ ഫുള്ള് കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. കപ്പാസിറ്റർ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ലീഡിങ് പവർ ഫാക്ടർ ലീഡിങ് ഇത് കൊടുക്കും. കാരണം വെച്ചാൽ ഇവിടെ ഫയറിംഗ് ആംഗിൾ കൂട്ടാനനുസരിച്ചിട്ട് ഇവിടെ കുറക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അപ്പോഴും ക്യൂ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസം വരുന്നതനുസരിച്ചിട്ട് യൂണിറ്റിയിലോട്ട് എത്തിക്കാൻ പറ്റും. Okay, at the maximum capacity var output, the thyristor controller reactor is off. That is alpha 90 degree ആകുമ്പോൾ ഇത് ഓഫ് ആയിരിക്കും. അപ്പൊ എന്താണ്, മാക്സിമം കപ്പാസിറ്റം var output കിട്ടും. Now to decrease the capacity output, ഇനി അവിടെ നമ്മൾ പറഞ്ഞ കപ്പാസിറ്റി ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യാൻ ആ ഫിഗർ ഒന്ന് വരച്ചേക്കണേ. കപ്പാസിറ്റി ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറന്റ് ഇൻ ദ റിയാക്ടർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസിങ് ഡിലേ ആംഗിൾ ആൽഫ. അപ്പൊ എന്ത് ചെയ്യും, റിയാക്ടറിലോട്ടുള്ള കറന്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതെങ്ങനെയാണ്, ആൽഫ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അറ്റ് 0 var output, അതായത് 0 var output ആകുമ്പോൾ the capacitive and the inductive currents become equal. And thus the capacitive and the inductive was cancel out. അപ്പോൾ രണ്ടും തമ്മിൽ എന്തായി, ക്യാൻസൽ ആയി പോകും. വിത്ത് എ ഫർദർ ഡിഗ്രീസ് ഓഫ് ആംഗിൾ ആൽഫ. അപ്പൊ ഈ 90യിൽ നിന്ന് നമ്മൾ ആൽഫ എന്ത് ചെയ്തു, 0 കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് എന്തായി, കപ്പാസിറ്റീവും ഇൻഡക്റ്റീവ് കറൻസും ഈക്വൽ ആവും. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിൽ എന്താവും, ക്യാൻസൽ ആവും. With a further decrease of angle alpha, വീണ്ടും alpha increase ചെയ്യാൻ, assuming that the rating of the reactor is greater than that of the rating of the capacitor. നമ്മൾ റിയാക്ടറിന്റെ റേറ്റർ, അതായത് നമ്മളെ തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ ഉണ്ടല്ലോ, അതിന്റെ റേറ്റിംഗ് കപ്പാസിറ്ററിനെക്കാട്ടും കൂടുതലാണെന്നുള്ള അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആൽഫ ആംഗിള് കുറയ്ക്കുകയാണ് വിചാരിക്കുക. അപ്പൊ ഇൻഡക്റ്റീവ് കറന്റ് ബിക്കംസ് ലാർജർ ദാൻ ദ കപ്പാസിറ്റീവ് കറന്റ്. നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ ഇൻഡക്റ്റീവ് കറന്റ് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഈ ഇൻഡക്റ്റീവ് കറന്റ് ഇത്
ആ ഫിഗറിന്റെ ഒരു സാമ്പിൾ ഞാൻ പറയുന്നുള്ളൂ. ഇതല്ല, ഈ ഫിഗർ അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആ ഫിഗറിന്റെ ജസ്റ്റ് ആംഗിൾ ആണ്. ഈ ഇൻഡക്റ്റീവ് കറന്റ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ. അറ്റ് സീറോ റിസൾട്ടിങ് ഇൻ എ നെറ്റ് ഇൻഡക്റ്റീവ് ആർ ഔട്ട്പുട്ട്. അപ്പൊ നമ്മളുടെ നെറ്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇൻഡക്റ്റീവ് ടൈപ്പ് ആവും. അതായത് ഒരു ലീഡിങ് കറന്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സ്റ്റാറ്റിക് വയർ മെത്തേഡിൽ പറഞ്ഞില്ലേ, നമ്മൾ അല്ല ആദ്യം പറഞ്ഞില്ലേ, ലീഡിങ് കറന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇതിൽ പറഞ്ഞില്ലേ, എന്താ പറയാ, ഫാക്സ് പറഞ്ഞപ്പോ SVC പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞല്ലോ, ലീഡിങ് കറന്റ് ആണ് നമുക്ക് വേണ്ടത്. ലീഡിങ് കറന്റ് ആണ് സിസ്റ്റത്തിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ, ലീഡിങ് പവർ അല്ലെങ്കിൽ ലീഡിങ് കറന്റ് ആണ് സിസ്റ്റം, ലീഡിങ് വോൾട്ടേജ് ആണ് സിസ്റ്റത്തിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മളിവിടെ ആൽഫ ആംഗിൾ റെഡ്യൂസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണം? ഈ ഇൻഡക്റ്റീവ് നേച്ചർ കൂട്ടണം. അപ്പൊ അത് യൂണിറ്റിലോട്ട് വരും. ഇനി അതല്ല, ഇവിടെ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ കപ്പാസിറ്റീവ് ഔട്ട്പുട്ട് ആണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ആൽഫ ആംഗിൾ എന്ത് ചെയ്യണം? 90 ഡിഗ്രിയിലോട്ട് കൊണ്ടുവരണം. At zero delay angle, the thyristor controlled reactor conducts current over the full 180 degree interval. അപ്പോൾ സീറോ ഡിലേ ആംഗിൾ ആണെന്ന് വിചാരിക്കുക. തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ എന്ത് ചെയ്യും? 180 ഡിഗ്രി ഇന്റർവെല്ലിൽ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. റിസൾട്ടിങ് ഇൻ മാക്സിമം ഇൻഡക്റ്റീവ് വാർ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാർസ് ജനറേറ്റഡ് ബൈ ദ കപ്പാസിറ്റർ ആൻഡ് ദോസ് അബ്സോർബ്ഡ് ബൈ ദ ഫുള്ളി കണ്ടക്ടിങ് റിയാക്ടർ. അപ്പൊ ഇവിടുന്ന് കപ്പാസിറ്റർ കൊടുക്കുന്നത് ഫുള്ള് ഇവർ അബ്സോർബ് ചെയ്യണ പോലെയായിട്ടാണ് കണക്കാക്കുക. അപ്പൊ അങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്. അപ്പൊ ഫുള്ള് കപ്പാസിറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആൽഫ ആംഗിൾ 0 ആക്കി വെക്കണം, അല്ല 90 ഡിഗ്രി ആക്കി വെക്കണം. ഇനി നമുക്ക് അപ്പോൾ ഫുള്ള് കപ്പാസിറ്റർ എന്നുള്ള ഔട്ട്പുട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിറ്റി പവർ ഫാക്ടറിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് ലാഗിങ്ങിനാണ് അങ്ങനെ ചെയ്യും. ഇനി ലീഡിങ്ങിനാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ആൽഫേനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സീറോയിലോട്ട് കൊണ്ടുവരും. സീറോയിലോട്ട് കൊണ്ടുവരുമ്പോൾ അതെന്താവും? സീറോയിലോട്ട് ഇവിടെ പറഞ്ഞില്ലേ, എ സീറോ വാർ ഔട്ട്പുട്ട് ദ കപ്പാസിറ്റി ആൻഡ് ഇൻഡക്റ്റീവ് കറന്റ് ബിക്കം കപ്പാസിറ്റി ആൻഡ് അത് എന്താവും? ഇതാവും. ഇനി വീണ്ടും ആൽഫ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് ഒരു സെർട്ടൺ ലെവലിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ 2 ഈക്വലാവും. വീണ്ടും ഫർദർ കുറച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ശരിക്കും അത് പറയുന്നത് പറഞ്ഞാൽ 180 ഡിഗ്രിയിലോട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൽഫ 0 ആകുമ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കും. ഇവിടെ 180 ഡിഗ്രിയിലോട്ട് വരുമ്പോൾ എന്താവും? ഇത് തന്നെ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫുള്ള് റിയാക്റ്റീവ് ആണ് കൊടുക്കുക. അങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്. ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള തൈറിസ്റ്റർ ഫയറിംഗ് ഡിലേ കൺട്രോൾ ആണ്. The control of thyristor control reactor in FC-TCR type var generator needs to provide 4 basic functions. എന്തൊക്കെ? സിങ്ക്രണസ് ടൈമിംഗ് കൊടുക്കണം. ഇവിടെ സിങ്ക്രണസ് ടൈമിംഗ് കൊടുക്കണം. റിയാക്റ്റീവ് കറന്റ് ഓർ അഡ്മിറ്റൻസ് ടു ഫയറിംഗ് ആംഗിൾ കൺവേർഷൻ. ഇവിടെ ഡിലേ കൺവേർഷൻ കൊടുക്കണം. ഇത് കമ്പ്യൂട്ടേഷൻ ഓഫ് ദ റിക്വേർഡ് ഫണ്ടമെന്റൽ റിയാക്ടർ IFL. നമ്മളുടെ ഫണ്ടമെന്റൽ ഇതിന്റെ കമ്പ്യൂട്ടേഷൻ വേണം. തൈറിസ്റ്റർ ഫയറിംഗ്, പൾസ് ജനറേഷൻ, ഇത്രയും സാധനങ്ങൾ ഇതിൽ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഈ ഫിഗർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി നമ്മൾ ആ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. വൺ ഫംഗ്ഷൻ ഇസ് സിങ്ക്രണൈസിങ് ടൈമിംഗ്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടാബ് നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കണ്ട. അത് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ദിസ് ഫംഗ്ഷൻ ഇസ് യൂഷ്വലി പ്രൊവൈഡഡ് ബൈ എ ഫേസ് ലോക്ക്ഡ് ലൂപ്പ് സർക്യൂട്ട് ദാറ്റ് റൺസ് ഇൻ സിങ്ക്രണിസം വിത്ത് AC സിസ്റ്റം വോൾട്ടേജ് ആൻഡ് ജനറേറ്റ്സ് അപ്രോപ്രിയേറ്റ് ടൈമിംഗ് പൾസസ് വിത്ത് റെസ്പെക്ട് ടു ദ പീക്ക് ഓഫ് ദാറ്റ് വോൾട്ടേജ്. ഇത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് ലോക്ക്ഡ് ലൂപ്പ് സർക്യൂട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ചെയ്യണത്. അതെന്ത് ചെയ്യും? ഈ AC സിസ്റ്റം ആയിട്ട് എന്ത് ചെയ്യും? സിങ്ക്രണൈസ് ചെയ്യും. AC സിസ്റ്റം വോൾട്ടേജും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു അപ്രോപ്രിയേറ്റ് ടൈമിംഗ് പൾസ് എന്ത് ചെയ്യും? ഇതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യും. അതാണ് വൺ ഫംഗ്ഷൻ, സിങ്ക്രണസ് ടൈമിംഗ്. അതിനാണ് പറയുന്നത് നമ്മൾ എന്ത്? സിങ്ക്രണസ് ടൈമിംഗ് എന്ന് പറയും. സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ദ റിയാക്റ്റീവ് കറന്റ് ഓർ അഡ്മിറ്റൻസ് ടു ഫയർ ആംഗിൾ കൺവേർഷൻ. ആ രണ്ടാമത്തെ അടിയിലത്തെ ബ്ലോക്ക്. സെവറൽ സർക്യൂട്ട് അപ്രോച്ചസ് ആർ പോസിബിൾ. കുറെ അപ്രോച്ചസ് പോസിബിൾ ആണ്. റിയാക്റ്റീവ് കറന്റ് അല്ലെങ്കിൽ ഫയറിംഗ് ആംഗിൾ കൺവേർഷൻ ആണ് പറയുന്നത്. വൺ ഈസ് ആൻ ആംഗിൾ അനലോഗ് ഫംഗ്ഷൻ ജനറേറ്റർ പ്രൊഡ്യൂസിംഗ് ഇൻ ഈച്ച് ഹാഫ് സൈക്കിൾ സ്കെയിൽഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ ദാറ്റ് റെപ്രസെന്റ്സ് ILF, ആൽഫ വേഴ്സസ് ആൽഫ റിലേഷൻഷിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവർ പല രീതിയിൽ പറയണമെന്നുള്ളൂ. കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്താന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മാത്രം എഴുതാം. മറ്റേനെ റിലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് വായിച്ചു പോവാം. ഓക്കെ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗ് ഫംഗ്ഷൻ ആണ് ജനറേറ്റർ പ്രൊഡ്യൂസിംഗ് ഇൻ ഈച്ച് ഹാഫ് സൈക്കിൾ എ സ്കെയിൽഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ റെപ്രസെന്റ്സ് ILF ആൽഫ വേഴ്സസ് ആൽഫ റിലേഷൻ. ഇതാണ് ഒരു ടൈപ്പ്. അനദർ ഈസ് എ ഡിജിറ്റൽ ലുക്കപ്പ് ടേബിൾ. ഒരു ലുക്കപ്പ് ടേബിൾ വെച്ചിട്ട് ഫോർ ദ നോർമലൈസ്ഡ് ആൽഫ വേഴ്സസ് ആൽഫ ഫംഗ്ഷൻ വിച്ച് ഈസ് റീഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് at each degree starting from alpha 0 peak of the voltage until the requested value is found. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ആൽഫ 0 ടു എന്ത് ചെയ്യും? ഇവിടെ ഈ റിയാക്റ്റീവ് കറന്റ് എത്ര വേണം എന്നുള്ളത് ഫയറിംഗ് ആംഗിൾ കൺവേർഷനിൽ നടത്താനുള്ള റെഫറൻസ് ആണ് ഇവർ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ അനലോഗ് ഫംഗ്ഷൻ ജനറേറ്റർ വെച്ചിട്ട്
ഓരോ ഇതിലും വെച്ചിട്ട് ചെക്ക് ചെയ്യും. രണ്ടാമത്തെ ഡീറ്റെയിൽ ലുക്കപ്പ് ടേബിൾ വെച്ചിട്ട് അതിൽ നിന്ന് നോക്കിയിട്ട് ഏതാണ് വേണ്ടത് വെച്ചെടുക്കും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എക്സാമ്പിൾ സ്റ്റാർട്ടിംഗ് ഫ്രം ആൽഫ ഇസിക്കൽ ടു 0 ആണെങ്കിൽ അൺടിൽ റിക്വസ്റ്റഡ് വാല്യൂസ് ഫൗണ്ട് വരെ എന്ത് ചെയ്യും, ഫയറിംഗ് ആംഗിൾ പൾസസ് ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. തേർഡ് അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രൊസസർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏർലിയസ്റ്റ് ഫയറിംഗ് ആംഗിൾ ആൽഫ 0, ഡിലേ ആംഗിൾ കറസ്പോണ്ടിങ് ടു ദ റിക്വയർഡ് ആൽഫ എന്താണെന്നുള്ളത് നോക്കും. ഒരു കമ്പാരിസൺ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് ഫംഗ്ഷൻ ഈസ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദ. അപ്പൊ ഈ കമ്പാരിസൺ എന്താണെന്നുള്ള ആ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ILF ഇങ്ങോട്ടും വേണ്ടാവും, സിങ്ക്രണസ് ടൈമിംഗിൽ നിന്ന് ഒരു ഇതും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇത് ആംഗിൾ കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ വരുന്നത്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ആംഗിൾ കൺവേർട്ട് ചെയ്ത് വരുന്നത്. ഏതോട്ട് നമ്മുടെ ഈ റിയാക്ടറിന്റെ ഇതിലോട്ട് പോകുന്നില്ലേ, അല്ല പൾസ് ജനറേറ്ററിന്റെ അവിടേക്ക് പോകുന്നത്. ഓക്കെ, ദ തേർഡ് ഫംഗ്ഷൻ ഈസ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദ റിക്വയർഡ് ഫണ്ടമെന്റൽ റിയാക്ടർ IFL. അതായത് നമ്മളെ ഇനീഷ്യലി കാണുന്ന IFL എന്താന്നുള്ളത് നോക്കണല്ലോ. ഫ്രം ദ റിക്വസ്റ്റഡ് ടോട്ടൽ ഔട്ട്പുട്ട് കറന്റ് IQ എന്ന് വരുന്നതാണ് IFL. സം ഓഫ് ദ, അപ്പോൾ അവിടെ എന്ത് ചോദിച്ചാൽ സം ഓഫ് ദ ഫിക്സഡ് കപ്പാസിറ്ററും TCR കറൻസും വെച്ചിട്ട് അത് കമ്പയർ ചെയ്യും. ഡിഫൈൻഡ് ബൈ ദ ആംപ്ലിറ്റ്യൂഡ് റെഫറൻസ് ഇൻപുട്ട് IQ റെഫറൻസ് ടു ദ വാർ ജനറേറ്റർ കണ്ടുപിടിക്കും. അപ്പൊ രണ്ട് റെഫറൻസിന് നമ്മൾ എന്ത് ചെയ്യും, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സമ്മേഷൻ ചെയ്തിട്ട് എടുക്കുന്നത്. ദിസ് ഇസ് സിംപ്ലി ഡൺ ബൈ summation അല്ല, സബ്ട്രാക്ടിങ് ദ സ്കെയിൽഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കപ്പാസിറ്റർ കറന്റ് IC ഫ്രം IQRF. അപ്പൊ അവര് അവിടെ എന്ത് ചെയ്യും, IQRF നിന്ന് എന്ത് ചെയ്യും, IC എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അപ്പൊ കിട്ടുന്നതാണ് IFL എന്ന് പറഞ്ഞത്, അതായത് ഫണ്ടമെന്റൽ റിയാക്ടർ കറണ്ട്. അപ്പൊ ആ റിയാക്ടറിന്ന് വരുന്ന കറണ്ടും ഇവിടുന്ന് വരുന്ന ആൽഫയും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഫയറിംഗ് ആംഗിൾ കൺവേർഷനിലോട്ട് നടക്കുന്നത്. The fourth function is the Thyristor firing pulse generator. This is accomplished by the firing pulse generator circuit which produces necessary gate. The gate drive ആണ് gate current pulse for the thyristor to turn on in response to the output signal produced by the reactive current to firing angle converter. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എത്ര thyristor firing pulse generation വേണം, അത് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നതാണ്. The gate drive circuits are sometimes at ground potential. Gate drive circuits പലപ്പോഴും ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ലെവലായിരിക്കും വിത്ത് മാഗ്നറ്റിക് കപ്ലിംഗ് ടു ദ thyristor gates. More often, however, they are at a high potential level of the thyristors. നെക്സ്റ്റ് തൈറിസ്റ്റർ കൺട്രോൾഡ് സീരീസ് കപ്പാസിറ്റർ TCSC. ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുന്നത് ഇതിന്റെ മുന്നേ TCR എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് നമ്മൾ കുറെ പഠിക്കാണ്ട്. അത് ശരിക്കും ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഇത് വളരെ കുറച്ചെടുത്തിട്ട് ഒരു ബേസിക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു റഫ് ഐഡിയയിൽ കൂടെയാണ് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി വായിച്ച് ക്ലിയർ ചെയ്യണം. ഓക്കെ, ദ കോൺഫിഗറേഷൻ യൂസിങ് TCSC ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ എന്താണ്, ഹിയർ എ TCR ഈസ് യൂസ്ഡ് ഇൻ പാരലൽ. TCR എന്ന് പറഞ്ഞാൽ എന്താണ്, തൈറിസ്റ്റർ കൺട്രോൾഡ് റെക്ടിഫയർ അല്ലെ. ഇത് റിയാക്ടർ, തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ. ഈ തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ പാരലൽ ആയിട്ട് എന്ത് വെച്ചിട്ട് ഒരു കപ്പാസിറ്റർ, ഫിക്സഡ് കപ്പാസിറ്റർ. അതിനകത്ത് അതേപോലെ ടു എനേബിൾ കണ്ടിന്യൂസ് കൺട്രോൾ ഓവർ ദ സീരീസ് കോമ്പൻസേഷൻ. സീരീസ് കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുക. നേരത്തെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഡയറക്റ്റ് പാരലൽ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ ഒരു സപ്ലൈയുടെ പാരലൽ ആയിട്ടാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഒരു സപ്ലൈയിൽ സീരീസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതാണ് ഇതിന്റെ വ്യത്യാസം. സീരീസ് ആണ്, മറ്റേ ഷണ്ട് ആണ്. Although harmonics are present in a steady state with partial conduction of thyristor switches, the TCSC can be used to mitigate SSR. അപ്പോൾ നമുക്ക് SSR മിറ്റിഗേറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. ഇൻ അഡീഷൻ TCSC പ്രൊവൈഡ്സ് ഇൻഹറന്റ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓവർ വോൾട്ടേജസ്. അപ്പോൾ ഓവർ വോൾട്ടേജസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, TCS വെച്ചിട്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ മെച്ചുവർ ടെക്നോളജി അവൈലബിൾ ഫോർ ആപ്ലിക്കേഷൻ ഇൻ AC ലൈൻസ് ഓഫ് വോൾട്ടേജ് അപ് ടു 500 kV വരെയുള്ള ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഇത്. Next, operation of TCSC. A single line diagram of a TCSC is shown in the figure. It shows two modules connected in series. ഇതാണ് ഒരു സിംഗിൾ ലൈൻ ഡയഗ്രം ആയിട്ട് കാണിച്ചിരിക്കുന്നത്. There are one or more modules depending on the റിക്വയർമെന്റ്. നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതാക്കാൻ പറ്റും. ടു റെഡ്യൂസ് ദ കോസ്റ്റ്, TCSC മേ ബി യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് ഫിക്സഡ് സീരീസ് കപ്പാസിറ്റേഴ്സ്. നമ്മൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫിക്സഡ് സീരീസ് കപ്പാസിറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൊടുക്കാൻ പറ്റും. ഈച്ച് മൊഡ്യൂൾ ഹാസ് 3 ഓപ്പറേറ്റിംഗ് മോഡ്സ്. അപ്പൊ ഇനി ഇതിന്റെ ഓപ്പറേറ്റിംഗ് മോഡ്സ് ഇതാണ് നമ്മളൊരു സിംഗിൾ ലൈൻ ഡയഗ്രം കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് മോഡ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഓപ്പറേഷൻ ഓഫ് TCSCയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ മോഡ്സ് ഉണ്ട്. ഒന്ന് ബൈപാസ്ഡ് മോഡ് ഉണ്ട്, ഒന്ന് ഇൻസേർട്ടഡ് വിത്ത് തൈറിസ്റ്റർ വാൾവ് ബ്ലോക്ക്ഡ്, ഒന്ന് ഇൻസേർട്ടഡ് വിത്ത് വെർനിയർ കൺട്രോൾ. ഇതാണ് ബൈപാസ്ഡ് മോഡൽ, ഇതാണ് തൈറിസ്റ്റർ ബ്ലോക്ക്ഡ് വാൾവ് മോഡൽ, ഇതാണ് തൈറിസ്റ്റർ വാർണിയർ വിത്ത് വാർണിയർ കൺട്രോൾ. അപ്പൊ ഇത് എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓപ്പറേഷനിൽ പറയേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ജസ്റ്റ് ഈ സിംഗിൾ ലൈൻ ഡയഗ്രം ഒന്ന് വരയ്ക്കുക, അതിൽ രണ്ട് മൊഡ്യൂൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെന്താണ്,
നമ്മൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് മോഡ്യൂൾസ് ഈ ഇതിലത്തെ ഒരു ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും മോഡ്യൂൾസ് അപ്പൊ നമുക്ക് എന്താണ് റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് 1 വേണോ 2 ഇതിപ്പോ 2 ആയതുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് വിച്ച് ഷോസ് 2 മോഡ്യൂൾസ് കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ TCSC ഒരു 2 മോഡ്യൂൾസ് കണക്റ്റഡ് ഇൻ സീരീസിന്റെ ഒരു സിമ്പിൾ ഡയഗ്രം തന്നു. എന്നിട്ട് നമ്മൾ 1 മോഡ്യൂൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഓരോന്നിന്റെയും ഓപ്പറേഷൻ പറയാൻ പോവാണ്. ഓരോ ടൈപ്പ് ഓപ്പറേഷൻ, അതായത് 3 ടൈപ്പ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ബൈപാസ്ഡ്. Here the thyristor valves are gated for 180 degree. ഇവിടെ thyristor valve gate ചെയ്തിരിക്കുന്നത് എത്ര 180 degree conduction ആണ് in each direction and the current flow in the reactor is continuous and sinusoidal. The net reactance of the module is slightly inductive as the susceptance of the reactor is larger than the capacitor. ഇവിടെ bypassed condition ആയതുകൊണ്ട് 180 degree conduction എന്താണ് ലൈൻ കറന്റ് ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കപ്പാസിറ്ററിനെക്കാട്ടും എന്ത് ചെയ്യും, സസെപ്റ്റൻസ് ഓഫ് ദ റിയാക്ടർ ഈസ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ദ കപ്പാസിറ്റർ. എന്താണ് സസെപ്റ്റൻസ്? നമുക്ക് ഇതിനെ പോകാനുള്ള കറന്റിന്റെ ഇതാണ് പറയുന്നത്. അപ്പൊ ഇതിനെ പോകുന്ന കറന്റ് എന്ത് ചെയ്യും, ഇതിനെ ബൈപ്പാസ് ചെയ്ത് പോകും. അപ്പൊ അതാണ് ഈ കാണിച്ചത്. ഇവിടുന്ന് ഇങ്ങനെ കറന്റ് പോണ് ഇങ്ങനെ വന്ന് റിയാക്ടറിൽ കൂടെ ബൈപ്പാസ് ചെയ്ത് പോകും. അപ്പൊ കപ്പാസിറ്ററിന്റെ ഇത് കുറവായിരിക്കും, ഇതിനായിരിക്കും എന്ത് ചെയ്യുക, ബൈപ്പാസ് ചെയ്ത് പോവുക. ഓക്കെ. During this mode, the most of the line current is flowing through the reactor and the thyristor valves with some current flowing through the capacitor. Most തന്നെയാണ് പോവുക, പക്ഷെ കുറച്ചൊരു കറണ്ട് എന്ത് ചെയ്യും, കപ്പാസിറ്ററിൽ കൂടെ പോകും. This mode is used mainly for protecting the capacitor against over voltages. ഈ മോഡ് യൂസ് ചെയ്യുന്നത് എന്താണ്, കപ്പാസിറ്ററിനെ ഓവർ വോൾട്ടേജിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡ്യൂറിംഗ് ട്രാൻഷ്യന്റ് ഓവർ കറൻസ് ഇൻ ദ ലൈൻ. അപ്പോൾ ട്രാൻഷ്യന്റ് ഓവർ കറൻസ് വരുമ്പോൾ നമുക്ക് ഈ കപ്പാസിറ്ററിന് ഇതിൽ ഇതാക്കാൻ പറ്റും. This mode is also termed as TSR, that is Thyristor Switched Reactor Mode. ഇവിടെ മേജർ ആയിട്ട് ഇതിനെ പോകുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്താ പറയാം, TSR മോഡ് എന്നും കൂടെ പറയാം. നെക്സ്റ്റ് ഇൻസേർട്ടഡ് വിത്ത് തൈറിസ്റ്റർ വാൾവ് ബ്ലോക്ക്ഡ്. തൈറിസ്റ്റർ വാൾവ് ബ്ലോക്ക്ഡ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, നോക്കാൻ പോണത്. ഇൻ ദിസ് മോഡ്, ഓപ്പറേറ്റിംഗ് മോഡ്, നോ കറന്റ് ഫ്ലോസ് ത്രൂ ദ വാൾവ്സ് വിത്ത് ബ്ലോക്കിംഗ് ഓഫ് ഗേറ്റ് പൾസസ്. ഇതിന് എന്ത് ചെയ്യില്ല, കറന്റ് ഫ്ലോ ചെയ്യില്ല. ഇവിടെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും ഗേറ്റ് വാൾവ് വെച്ചിട്ട്. Here the TCSC reactance is same as that of the fixed capacitor and there is no difference in the performance of TCSC in this mode with that of a fixed capacitor. And this operating mode is generally avoided. This mode is also termed as waiting mode. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ജസ്റ്റ് കപ്പാസിറ്ററിന്റെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഫുൾ ബ്ലോക്ക് ആയതുകൊണ്ട്, കപ്പാസിറ്ററിന്റെ ഇത് മാത്രം ആയതുകൊണ്ട് ഇത് ഫുൾ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇത് തന്നെ നമ്മൾ എന്താ ഒരു വെയിറ്റിംഗ് മോഡായിട്ട് അവിടെ നമ്മൾ ഇതിനെ പറയും. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞാല് നോർമലി ഒരു ഫിക്സഡ് കപ്പാസിറ്റർ വെച്ചൊരു വർക്കിംഗ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു ഡിഫറൻസും TCSC വെച്ചിട്ട് ഇതിനില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുക. ഇനി ഇൻസെർട്ടഡ് വിത്ത് വെർനിയർ കൺട്രോൾ, ഒരു വെർനിയർ കൺട്രോൾ. അപ്പൊ വെർനിയർ കൺട്രോൾ ആകുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 ഓപ്ഷൻസും ഇവിടെ ഇതാവുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ബൈപ്പാസ് ചെയ്ത് കപ്പാസിറ്റർ അധികം യൂസ് ചെയ്യാതെ ഇത് മാത്രം യൂസ് ചെയ്യും. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയ്തിട്ട് ഫുൾ ഇതിനെ പോകും. ഇനി ഇവിടുത്തെ കേസ്, ഓക്കെ, in this operating mode, the thyristor valves are gated in the region of alpha minimum alpha less than 90 degree. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഫുള്ള് ആൽഫ 90 ഡിഗ്രി ആണ് നമ്മൾ വെച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഫുൾ കപ്പാസിറ്ററിലൂടെ പോകും, അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നുണ്ടല്ലോ. ഇനി അതല്ല, അപ്പൊ ആ ഒരു സീരീസ് അവിടെ നമ്മൾ ആ ഒരു ഇത് നമ്മൾ അവിടെ ഷണ്ട് ആയിട്ടാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ നമ്മൾ എന്താണ്, ആ ഒരു സീരീസ് ഇങ്ങനെയുള്ളത് നമ്മൾ ഷണ്ട് ആയിട്ട് മൊത്തം ലൈനിന് ലോഡിന് ഷണ്ട് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ട്, പാരലൽ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഇത് സീരീസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ഓക്കെ, അവിടെ ആ 90 ഡിഗ്രി അങ്ങനെ ആകുമ്പോൾ ഫുള്ള് കപ്പാസിറ്ററിൽ കൂടെ പോകുന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്താണ്, റിയാക്റ്റീവ് പവർ തീരെ ഉണ്ടാവില്ല. അപ്പൊ ലീഡിംഗ് ആയിട്ടുള്ള വോൾട്ടേജിൽ അത് സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഈ കപ്പാസിറ്റർ അവിടെ ആക്ട് ചെയ്യുന്നതുകൊണ്ട്, അല്ല, ലാഗിങ് ആയിട്ടുള്ളതിൽ ഈ കപ്പാസിറ്റർ ആക്ട് ചെയ്യുന്നതുകൊണ്ട് യൂണിറ്റിയിലോട്ട് വരും. ഇനി ലീഡിംഗ് വോൾട്ടേജ് ആണെങ്കിൽ കപ്പാസിറ്ററിനെ ബ്ലോക്ക് ചെയ്തിട്ട് ആകുമ്പോൾ 180 ഡിഗ്രിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കപ്പാസിറ്ററിൽ കൂടെ കറണ്ട് പോകില്ല, ഫുൾ ഏതില് ആൽഫ 180 ഡിഗ്രി, ഫയറിംഗ് ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ ഏതിനെ പോകും, ആ റിയാക്ടറിൽ കൂടെ പോകും. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ലീഡിങ്ങിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് വാല്യൂ 0 ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 180 സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഇതാക്കാൻ പറ്റും. അങ്ങനെയാണ് അതിന്റെ അത് ചെയ്യുന്നത്. അതിനാണ് ഇവിടെ പറയുന്നത് ആൽഫ മിനിമം ആൻഡ് ആൽഫ ആൻഡ് 90 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, they conduct for the part of a cycle. The effective value of TCSC reactance in the capacitive region increases as the conduction angle increases. അപ്പോ എഫക്റ്റീവ് വാല്യൂ ഓഫ് TCSC ഈ റിയാക്ടൻസ്, അതായത്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയാക്ഷൻ കണ്ടക്ഷൻ ആംഗിൾ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, വേരി ചെയ്യാൻ പറ്റും. Alpha minimum is the above value of alpha corresponding to the parallel resonance of TCR and the capacitor at fundamental frequency. In the inductive vernier mode, ഇപ്പൊ capacitive vernier mode എന്തായിരിക്കും, ആൽഫ മിനിമം ആയിരിക്കും. ഇൻഡക്റ്റീവ് വെർനിയർ മോഡൽ എന്താണ്, അപ്പൊ ഇതൊരു 90 ഡിഗ്രിയുടെയും ഇതിന്റെ ഇടയിലായിട്ട് വരാം. ഇൻഡക്റ്റീവ് വെർനിയർ മോഡൽ എന്താണ്, TCSC ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇൻക്രീസസ്, അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇൻക്രീസ് ചെയ്യും as the conduction angle reduced from 180 degree. 180 degree. General vernier control is used only in the capacitive region and not in the inductive region. Vernier normally capacitive region വേണ്ടിയിട്ടാണ് വെർനിയർ യൂസ് ചെയ്യുക. ബൈപ്പാസ് ഇൻഡക്റ്റീവ് റീജിയന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, വെർനിയർ കപ്പാസിറ്റീവ് റീജിയൻ. അപ്പൊ 180 ഡിഗ്രി ഏതാണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിനുള്ള ഇത് കൂടും. അപ്പൊ 180 ഡിഗ്രി ആകുമ്പോൾ ഫുൾ ഇതിലാണ് വരിക. അപ്പൊ അതിൽ നിന്ന് ഇതിലേക്ക് കുറച്ചിട്ട് ഇതിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക. ഇതാണ് 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് TCSC. ഇത്രയാണ് ഇതിലിപ്പോ നമ്മൾ നോക്കുന്നത്. ഇതിലൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിപ്പോ നോക്കണ്ട. അത് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് അതിന്റെ ഒരു PDF തരുന്നുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് അങ്ങനെ അത്ര ഉണ്ട് വേണ്ട, എന്നാലും ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ മൊഡ്യൂളിന്റെ ലെക്ചർ സീരീസ് ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് 5th മൊഡ്യൂളായിട്ട് കാണാം. ബൈ.